നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ 2025 പകുതിയിൽ തുടങ്ങി വച്ചതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഇനി ഒരു ധ്രുവീകരണം എന്ന നിലയിൽ അതിന് ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തി ഉദ്ധരിക്കുവാനുള്ള തീരുമാനിക്കും. എന്നാൽ പലരും കൂടുതൽ പണം മുതൽ മുടക്കിയാൽ കൂടുതൽ നേട്ടമുണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുകയാണ്, ഇത് ഉദ്ധരിക്കുകയാണ്, അതിൻ്റെ ലാഭശതമാനം അവർക്ക് കൊടുക്കാം, ഇങ്ങനെയുള്ളൊരു ധാരണയോടുകൂടി കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പ്രയത്നിക്കാം, അതുകൊണ്ട് വിരോധമില്ല. അല്ലാത്ത നിലയിൽ പണം മുതൽ മുടക്കുന്നത് ഒരു സമയബന്ധിതമായിട്ട് തീരുമാനിക്കുവാനും, അതായത് 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി നേടും എന്ന ധാരണയോടുകൂടി തന്നെ അതിനു വേണ്ടിയതായിട്ടുള്ള പ്രചരണ രീതികൾ അവലംബിക്കുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയോടുകൂടി സ്വീകരിക്കുവാനും അതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ പദ്ധതി ആവിഷ്കരിക്കാനിടവരും. പ്രതികാര ബുദ്ധി ഒഴിവാക്കി പരോപകാരമായിട്ടുള്ള ബുദ്ധി, പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി കുടുംബത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. അഭിലാഷങ്ങൾ സഫലമാകുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും. പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. മറ്റു ചിലർക്ക്, കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന പലർക്കും സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം കലാകായിക മത്സരങ്ങളോട് അനുവർത്തിച്ചുകൊണ്ടും അതിൻ്റെ ഒരു വിധി നിർണയം അനുവർത്തിച്ചുകൊണ്ടും നേതൃത്വം നൽകിക്കൊണ്ടും വളരെ ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരത്തിന് പോലും യോഗമുണ്ട്. ഒരു പരിധിവരെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം ഒഴിവാക്കി ചിലർക്ക് അത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന പലർക്കും കഴിഞ്ഞ 2 മാസമായിട്ട് തന്നെ ജോലി നഷ്ടപ്പെടും എന്ന ധാരണ ഉണ്ടാവുകയും ഈ മാസത്തിൽ അത് ജോലി നഷ്ടപ്പെടുവാനിടയുണ്ട്. പ്രത്യേകിച്ച് ചില വഴിപാടുകളൊക്കെ കഴിഞ്ഞ 2 മാസമായിട്ട് നടത്തി വരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലികൾക്ക് പലതും അപേക്ഷകളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും നവംബറിന് ശേഷം മാത്രമേ അതിന് തത്തുല്യമായിട്ടുള്ളൊരു ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നതുമുള്ളൂ. മറ്റു ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖല പണം മുതൽ മുടക്കിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകും. മറ്റു ചിലർക്ക് വർഷങ്ങളായിട്ട് വിദേശത്ത് താമസിക്കുന്നു, ഇനി ജന്മനാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്താലോ സ്ഥിരതാമസമാക്കിയാലോ നാട്ടിലൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാവും. എന്നാൽ നാട്ടിലേക്ക് വരാം, നാട്ടിൽ സ്ഥിരതാമസമാക്കാം, എന്നാൽ മനസ്സിലുദ്ദേശിക്കുന്ന വ്യാപാര വിപണന വിതരണ മേഖലകൾ പണം മുതൽ മുടക്കിയാൽ ഉള്ള പണവും നഷ്ടപ്പെടും എന്ന ധാരണ സുഹൃത്തുക്കളിൽ നിന്നും വന്നു ചേരുന്നത് വഴി കുറച്ച് മനസ്സോടെയാണെങ്കിൽ പോലും ജന്മനാട്ടിലേക്ക് എത്തിച്ചേരുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാനിടവരും. മഹത് വ്യക്തികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കാനോ സാധ്യത കാണുന്നു. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനിടവരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾക്ക് യോഗമുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ഭക്ഷണ രീതിയും യോഗയും പ്രാണായാമവും ശീലിക്കുവാനിടവരും. വാഗ്ദാനങ്ങൾ പാലിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഭിന്ന അഭിപ്രായങ്ങൾ പല മേഖലകളിൽ നിന്നും വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും
യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. വാഹനം മാറ്റി വാങ്ങുവാനും ചിലർക്ക് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനും സാധ്യത കാണുന്നു. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മത്തിന് പങ്കെടുക്കുവാനും ഒരു പ്രത്യേക ദാനധർമ്മങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉപഹാരങ്ങൾ കൊണ്ടു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. സ്ഥാപനത്തിൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പ്രവർത്തിക്കാനും തീരുമാനിക്കും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ പര്യടനത്തിന് തുടക്കം കുറിക്കാനിടവരും. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. ബന്ധുമിത്രാദികളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും വിനയത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ ഒഴിവായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ലാഭേച്ഛയോടുകൂടി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. അവിസ്മരണീയമായുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ബഹുമുഖ പ്രതിഭകളെ വിശേഷ അവസരങ്ങളിൽ വെച്ച് കണ്ടെത്തുവാനും അവരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെ ചില വിഭാഗങ്ങളെല്ലാം തന്നെ സ്വന്തം കർമ്മമണ്ഡലങ്ങളിലും അവലംബിക്കാൻ തീരുമാനിക്കുവാനും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു മേൽനോട്ടം വഹിച്ചും കൊണ്ട് ഒരു തൊഴിൽ മേഖലകളെ ഉദ്ധരിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള അനുമതി തേടുവാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ചും കൊണ്ടും പുതിയ ഭരണ സംവിധാനവും പ്രചരണ രീതികളും അവലംബിച്ചും കൊണ്ടും ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സ്വല്പം പണച്ചെലവ് അധികം അനുഭവപ്പെടുമെങ്കിൽ പോലും അതിൽ നിന്നും ആദായം എന്നത് വരുന്ന 2027 ജൂണിന് ശേഷം ആദായം ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണം പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ദീർഘകാല കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ അനുകൂലമാകും വിധത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുമെങ്കിൽ പോലും ഗൃഹത്തിലിരുന്നും കൊണ്ട് അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ സമീപത്തുള്ള സ്ഥലത്ത് പ്രവേശനം ലഭിക്കാൻ സാധ്യതകൾ കുറവായിരിക്കും. ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. സ്വന്തം പ്രയത്നവും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും മറ്റൊരാളുടെ പണവും സമന്വയിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ അഥവാ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. ഗുരുകാരണവന്മാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളുടെ ഒരു വിഭാഗം ജീവിതത്തിൽ പകർത്തുവാൻ തീരുമാനിക്കുന്നത് ഗുണകരമായി തീരും. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനായിട്ട് ചിട്ടയോടുകൂടിയതായുള്ള ഭക്ഷണ ക്രമീകരണം അനുവർത്തിക്കാൻ തീരുമാനിക്കും.
പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, എല്ലാം രേഖാപരമായിട്ട് തന്നെ സമർപ്പിക്കുവാനുള്ള തീരുമാനത്തിനും അതിന് എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ എല്ലാ മേഖലകളിൽ നിന്നും ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്നും വന്നു ചേരുവാൻ ഇടയുണ്ട്. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് തൊഴിൽ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് തന്നെ വളരെ ലോക്യത്തോടു കൂടി തന്നെ പിന്മാറിയിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരമുണ്ടാകുന്നതിനും യോഗമുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സഹപ്രവർത്തകരെയും നാട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും വിപുലമാക്കി തീർക്കുവാനും സാധിക്കും. ഭക്തി ശ്രദ്ധാ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങളുണ്ടാകുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹനോപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനാണെന്ന് തോന്നുമെങ്കിൽ പോലും ഒരുപക്ഷെ സ്ഥാപനം നിലനിർത്തുവാനായിട്ട് പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഈശ്വരാരാധനകളാൽ മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനം, ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾ, വേണ്ടപ്പെട്ടവരെ കണ്ടുകൊണ്ട് മനസ്സിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടുള്ള സമീപനം, ഇവയെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കാൻ സുതാര്യതയുള്ള സമീപനം ഗുണകരമായി തീരും. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചും കൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ തീരുമാനിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം ഉദ്ധരിക്കുവാനായിട്ട് പുതിയ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കാനിടവരും. പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളിലും പ്രവൃത്തിയിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. സ്വന്തം പ്രവർത്തന ശൈലിയിൽ പല കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിക്കുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ അവസരമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും ക്രിയാത്മകമായിട്ട് ഉള്ള സമീപനം വന്നു ചേരുവാനും അനുമോദനങ്ങൾക്കും യോഗമുണ്ട്. ചിന്താമണ്ഡലത്തിൽ പല ആശയങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ മാത്രമുള്ളത് നിലനിർത്തിക്കൊണ്ടും അവലംബിച്ചും കൊണ്ടും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചിലരെല്ലാം അത് ഉദ്ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അവരെ ഏൽപ്പിച്ചും കൊണ്ടും പ്രവർത്തന ശൈലിക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കാൻ തീരുമാനിക്കും. വിശിഷ്ട വ്യക്തികളെ ആദരിക്കുവാനും അവരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ സ്ഥാപനത്തിന് അവലംബിക്കാൻ തീരുമാനിക്കും. ആരോപണങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം ഗുണകരമായി തീരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനിടവരും. കലാസാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സംഗീതം, ചിത്രം വര, ശില്പവിദ്യ മുതലായിട്ടുള്ള കലാകായിക രംഗങ്ങളിൽ ഡിസംബർ, ജനുവരി എന്നീ മാസകാലങ്ങളിൽ നടക്കുന്ന മത്സര രംഗങ്ങൾക്ക് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. നാട്ടിലുള്ള ഗൃഹം
തൽക്കാലത്തേക്ക് പൂട്ടിയിട്ട് പട്ടണത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഒരുപക്ഷെ കുട്ടികൾക്കും അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ തക്കവണ്ണമുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഇതാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.